എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴാ? അവരെല്ലാവരും ഇങ്ങനെ വരും. അവർ വന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലയിടാലോ. ഇടാം. ഇതൊക്കെ കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം. പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ്. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കി. സാമ്പാറിന് മണ്ണൂരിട്ട ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കി. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, മുറ വട്ടിയാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. ഞാൻ പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി. അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. രണ്ടാം നേരത്ത് കാണാം. എന്നാ രണ്ടാം നേരത്തെ തന്നെ കാണാം. നിനക്ക് പ്രാന്താണ്. തന്റെ മുഖത്ത് കണ്ണില്ലേ? 2 കണ്ണുകൊണ്ട് ചേച്ചി ക്ഷമിക്കണം. ഇവിടുത്തെ ആരാ? ഞാൻ പെണ്ണിന്റെ ഒരു ബന്ധു. ഞാൻ ചെറുക്കൻ്റെ രാകുന്ന ബന്ധു. ഇങ്ങനൊരു കാര്യം സ്വഭാവത്തേക്കൊന്ന് അറിഞ്ഞിട്ട് നടത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെങ്കൊച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പെണ്ണിന്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ. കെട്ടിച്ച് കൊടുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, 7 ദോഷം കേൾപ്പിച്ച് എല്ലാം കറക്റ്റാണ്. ഒന്ന് മാറണോ? ചെറുക്കൻ കയറി വാ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാ കയറുക? ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്ന് അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. സഞ്ജേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ. എന്താണ് വാ? താരിമന്നെ, സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജേട്ടാ വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. ഓടാവിടുന്നു. വേറെ ആരെങ്കിലും വിളിക്കും. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴോ ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല് ചക്കനെ തട്ടി തോളക്കേറ്റിരിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണം കൊടുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയാം. മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല, ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ ഈ തോള കിരൺ ചേട്ടൻ എന്താ പരിപാടി? കെട്ടിപ്പ് നടക്കൂട്ടാ. പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. ബോംബാ? എന്ത് ബോംബ്?
അളിയ വെക്കല്ലേ ഞാനൊരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. അളിയ ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. 1 2 കൊച്ചായിരുന്നോ? രാവിലത്തെ സാമ്പാറിന് പരിപ്പ് കൂടിയാ. ഇവിടെ നിന്നല്ലേ ആണ് എന്താ കല്യാണ ചക്കൻ നോക്കി നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്തോ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ പോട്ടെ, മുഹൂർത്തായി, കെട്ട് നടക്കട്ടെ. ശരിയല്ലേ? ആര് കളിയാക്കി ശരിയല്ലേ? എന്ത് കളിയൊക്കെ ചെയ്യുന്നു? ഞാനൊന്നും അല്ല. അത് പോട്ടെ മോനെ, വിട്. എന്ത് പോട്ടേന്ന്? എന്ത് പോട്ടേന്നാ താൻ ഈ പറയണം? താനോ? എടീ സാധയുടെ താനെന്ന് വിളിക്കുക ഇവാരാടി? കുടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും. അളയാ ചെറുക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ. മോശം. അവളെ അമ്മാവൻ കൊണ്ടത് ബന്ധമല്ലേ, അനുഭവിക്കട്ടെ. മോനെ ഡാടാ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. എങ്ങനെ അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിക്കും. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിട്ട കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ആരാണോ തന്നെ ഈ ദുബായിക്കാരൻ? ഈ ശുഭമുഹൂർത്തത്തിൽ അബദ്ധം ഉണ്ടാക്കി പോർക്കുവോ? വൃത്തികെട്ട കുടുംബക്കാര്. പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പോട്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിന് 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി ഇല്ല, എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ, വിടാം. താനിങ്ങോട്ട് മാറിക്കണോ, ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിവിടെ മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കൻ മറ്റേ കൊണച്ച ആളല്ലേ, ഒരു പെണ്ണിന് വേണ്ടി ചാവാൻ നടന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ എന്നല്ല പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെള്ളോടെ കൂടെ പോയിട്ട് ഞങ്ങൾ എന്താ വേണ്ട? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാണല്ലോ. മിണ്ടിയ
പറ്റൂലെങ്കിൽ കൂടി അമ്മോ ആളിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ എന്റെ പൊന്നോ ഇത് ശരിയ ഫസ്റ്റല്ലേ ഫസ്റ്റിൽ ഇവിടെ കിടക്കണ്ടേ 6, 7, 8 മഞ്ഞയല്ലേ എന്തിനാണ് എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവും. ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിള ഷൂട്ട് ചെയ്തെന്ന്? ആണോ? അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? എങ്ങനെ? പാചകവും അടിയും പച്ചടി സുര. നമ്മൾ ഈ ചോറൊക്കെ എന്താണ് ഇങ്ങനെ പാക്ക് ചെയ്ത് എടുത്തോ, ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല. ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. എന്റെ അഭിപ്രായത്തിൽ അവന്മാർക്ക് 2 എണ്ണം കൂടുതൽ കൊടുക്കായിരുന്നു. അതെങ്ങനെ കറക്റ്റ് സമയത്ത് അലൈനി നറബാബിന്റെ കോള് വന്നോ? അല്ലെങ്കിൽ കാണാതെ ഞാൻ ഇനി ജയൻ തന്നെ ഒരാളെ കണ്ടെത്തിട്ടെ. അവൻ തന്നെ ഉണ്ടാക്കിയല്ലേ ഇതെല്ലാം. പെണ്ണിന്റെ കൊച്ചനായതുകൊണ്ട് ഞാൻ സുധനോട് ഒരു കാര്യം പറയാം. എന്റെ മോൻ സുമേഷിനെ കൊണ്ട് ഇപ്പം കൊച്ചിനെ കെട്ടിക്കാൻ ഞാൻ തയ്യാറാണ്. പണ്ട് ഞാനൊന്ന് ആലോചിച്ചതാ. അന്ന് ഇവിടെ ഉള്ളവർക്ക് എന്നാ ഡിമാൻഡ് ആയിരുന്നു. സ്വർണ്ണം വേണോ എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളത് തന്നേച്ചാൽ മതി. ഒരു പെൺകൊച്ചിന്റെ കാര്യമായോണ്ടാ. അല്ലാതെ കല്യാണത്തിനൊന്ന് കെട്ടുമുടങ്ങിയ പെണ്ണെ വേറെ ആര് കേട്ടാനാ? അല്ലേ മോനെ? ആ ജോലി ചെയ്തുപോലെ എന്നെ ചെയ് കേണല് കഞ്ഞി. ചേട്ടാ ഇപ്പൊ നൈസായിട്ട് ഇവിടെ ചെന്നേ ചേട്ടന്റെ കാര്യം പറഞ്ഞാലോ? എടാ മണ്ട, രാവിലെ ഒരു വെള്ളം കുരിയിട്ട് വൈകിട്ട് കൊടോടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം ഞാനാണ് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടക്കിയത് നമ്മളന്ന് മനസ്സിലാവില്ലേ? ആ അത് ശരി. എൻ്റെ വീട്ടുകാരാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര എതിർപ്പില്ല. ഇനി എനിക്ക് സമയമുണ്ടല്ലോ.